നമ്മൾ സമയം കണ്ടെത്തേണ്ട ആവശ്യത്തിൽ വേഗത്തിൽ മുൻപോട്ട് കടന്നുകൊണ്ട് ഒരു 20 മിനിറ്റോളം ദൈവത്തിൽ സംസാരിക്കാൻ ആവശ്യത്തിനെ ക്ഷണിക്കുന്നു. ദൈവത്തെ ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല രാത്രി ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം. പകലും ശക്തമായി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തദാസനായ ഈ സഭയ്ക്കായി ദൈവത്തെ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രവർത്തിച്ച ഞങ്ങളുടെ ടീം അംഗങ്ങളെ പ്രത്യേകിച്ച് ബൈജു പാസ്റ്ററിനെ എടുത്തു പറയുകയാണ്. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി ഞങ്ങളുടെ ടീമായി ഇവിടെ കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കിയ ആ വൻ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയം നമ്മുടെ ടീമിനെല്ലാം കറക്റ്റാണ്. കറക്റ്റ് ടൈമിൽ നമ്മൾ നിർത്തണം. അത് കറക്റ്റ് ടൈമിൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്. സായി പോസ് പറഞ്ഞ പോലെ വലിച്ചു നീട്ടാനും സാധിക്കും, കുറുക്കാനും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അല്പസമയം എന്നിൽ നിക്ഷിപ്തമായ സമയം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒരു വചനം നമുക്ക് വായിക്കാം. പെട്ടെന്ന് ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, ഈ മനോഹരമായ ഈ നല്ല രാത്രി അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. മോശയോട് കൂടെ ഇരുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. ഈ ജനത്തെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. ആമേൻ. ഇത് തക്ക സമയത്ത് വചനത്തിന്റെ പൊരുളുകൾ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് അടിയറമേൽ ഇറങ്ങുവാനെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. നിക്കനെ മോശയുടെ നാമം കേൾക്കുന്ന നല്ല ദൈവം ഇന്ന് രാത്രികാലം അടിയനോട് കൂടെ ഇരിക്കണമേ. തന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത വിടുതലായി ഇത് കേട്ട് ഗ്രഹിക്കുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവം അകത്തു കളിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി എന്തിനാണെന്നറിയാമോ? ഈ കൂടെ ഇങ്ങനെ ഹല്ലേലൂയ പറയുന്നത് നമുക്കൊരു ഉണർവ് പ്രാപിക്കാനാണ്. ആമേൻ. നമുക്ക് ഉണർവില്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആമേൻ ഈ ആവർത്തന പുസ്തകത്തിൽ 8-ാം അല്ലെങ്കിൽ 31-ാം അധ്യായത്തിന്റെ അതിന്റെ 8-ാം വാക്യത്തിൽ മോശ ജനത്തോട് പറയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്ന 4 കാര്യങ്ങൾ. ഒരു കൂടി വായിച്ചിട്ട് നോക്കണമേ. ഇവിടെ പറയുന്നു യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. ഇത് 2, അവൻ നിന്നോട് കൂടെ ഇരിക്കും. 3, നിന്നെ കൈവിടുകയില്ല. എന്തോ അമ്മ നോക്കണമേ. നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല, നീ പേടിക്കരുത്, നീ ഭ്രമിക്കരുത്. ഹല്ലേലൂയ. എത്ര നല്ല വചനമാണ്. പഞ്ചഗ്രന്ഥത്തിൽ നിന്നും മോശയോട് ദൈവം പറയുന്നു, ഹല്ലേലൂയ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ നിന്റെ വഴിയിൽ കൊണ്ടിട്ട് കടന്നു പോകുന്ന ദൈവത്തെ എല്ലാ കാലത്തെയും ആരാധിക്കുന്നത് ഇന്ന് രാത്രികാലം വിളിച്ചവനെയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു യഹോവ നിനക്ക് മുമ്പായി നടക്കും. നിന്റെ ജീവിതത്തിൽ നീ അറിയുന്നുണ്ടോ? അവൻ നിനക്ക് മുമ്പായി ഒരു നടക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുള്ളത്. ദൈവം മോശയോട് നിനക്ക് മുമ്പായി ഞാൻ നടക്കും. അടുത്ത മക്കളെ, 1 നിനക്ക് മുമ്പായി നടക്കും. 2, ഞാൻ നിന്നെ കൈവിടുകയില്ല.
ഒന്ന് നിനക്ക് മുമ്പായി നടക്കും. ഈ രണ്ട് നിന്നെ കരം പിടിച്ചു നടത്തുന്ന ഒരു ദൈവം ഞാനാണെന്ന് വെളിപ്പെടുത്തുകൊണ്ടു. രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് 3 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. ഞാൻ കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം, രാവിലെ എഴുന്നേൽക്കുവാൻ ദൈവം എന്നെ കൃപ തന്നാൽ ആദ്യം നിന്റെ മുഖത്തെ കാണണം. ആരാ? ദൈവത്തിന്റെ മുഖത്തെ കാണണം, മനുഷ്യന്റെ മുഖത്തെയല്ല. രണ്ട്, അവൻ നിന്റെ കരം എന്റെ കരത്തിൽ പിടിച്ച് ഒരമ്മ ഒരു കുഞ്ഞിനെ നടത്തുമ്പോൾ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. 3, നിന്റെ പാതയിൽ, എന്റെ പാതയിലല്ല, നിന്റെ പാതയിൽ എന്നെ നടത്തണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യം പറഞ്ഞുകൊണ്ടാണ് രാത്രി ഉറങ്ങുന്നത്. പക്ഷേ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ മുഖത്തെ എന്റെ കർത്താവ് അവങ്കിലേക്ക് നോക്കിയതാണ്. പ്രകാശിതനായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഈ എളിയവർ കരപിടിച്ചോ, കേട്ടോ, അവരെ സകല കഷ്ടം തന്നത് വിനിവിട്ടവർ ദൈവം. ഇന്ന് രാത്രികാലം നമ്മുടെ പറ്റത്തിലുണ്ട്. എന്നെയും നിന്നെയും നടത്തുന്ന ഒരു ദൈവം. എന്റെ ദൈവം ഇന്ത്യയിലേക്ക് പറയുവാൻ ഒരുപാടുണ്ട്. എന്റെ ചെറുപ്രായത്തിൽ അവൻ വിശന്നിരുന്ന് ഞാൻ ഒരു റിലേഷന്റെ വീട്ടിൽ പോയപ്പോൾ എന്നെ കണ്ടുകൊണ്ട് അവര് ഭക്ഷണം എടുത്തുകൊണ്ട് അകത്തു പോയി. ഞാൻ അവിടെ ദൈവമേ ഹല്ലേലൂയ, ഞാൻ അവരെനിക്ക് തരണമെന്ന് വിചാരിച്ചാണ് അവര് കടന്നുപോയത്. പക്ഷേ ആ ദൈവം എന്റെ കരച്ചിലെ കേട്ടോ. മരുഭൂമിയിൽ ഹാഗറിന്റെയും കുഞ്ഞിന്റെ നിലവിളി കേട്ട ദൈവം എന്റെ നിലവിളി കേട്ടു. എന്നെ മാനിച്ച ദൈവം. ഹല്ലേലൂയ. എനിക്ക് പറയുവാനുണ്ട്, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും. അടുത്ത നോക്കണമേ, നിന്റെ മുമ്പായി പോകുന്ന ഒരു ദൈവം, നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ ഒരു മീറ്റിംഗിന് വേണ്ടി, ഒരു ഫാമിലി കോൺഫറൻസിന് വേണ്ടി വട്ടപ്പാറ പോയി. രാവിലെ വീട്ടിൽ നിന്നും ഞാൻ വാഹനമെടുത്ത് 8:10 വാഹനമെടുത്തു. എനിക്ക് ഇത്രയും അറിയാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 1.5 മണിക്കൂർ വണ്ടി ഓട്ടിച്ച് എവിടെ കൂടി പെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ വാഹനം ഓട്ടിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തിട്ട് ഞാൻ എന്റെ ഭാഷ പറഞ്ഞുകൊണ്ട് ആരാധിച്ചു കൊണ്ടുപോവുകയാ. അവൻ ചെറുവിന്ന് നോക്കിയ എവര് ഭ്രാന്തോ എവരെന്തോ പറഞ്ഞു. ഞാൻ എന്റെ ദൈവമായ ഒരു ബന്ധത്തെ അവൻ സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ ആരാധിച്ചോണ്ട് പോവുക. ചിറ്റിക്കുഴിയൊക്കെ വണ്ടി വരുന്നോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എന്നെ നടത്തിയ ദൈവം എനിക്ക് മുമ്പായി ഒരു ദൂതനെ അയച്ച് അവൻ വാഹനത്തിൽ എഴുതിരിച്ച് കൊണ്ടുപോയ എന്റെ ദൈവത്തെ എനിക്ക് എത്ര കണ്ടുവരാൻ കിട്ടും. എനിക്ക് മതിവാദത്തിന് ഞാൻ എന്ത് യോഗ്യതയുള്ളൂ, ഞാൻ എന്ത് യോഗ്യതയുള്ള. ഒരു കാലത്ത് ഉടുക്കുവാനില്ലാതെ, ഉണ്ണുവാനില്ലാതെ, കിടക്കുവാനില്ലാതെ കടക നാട്. അന്നൊക്കെ നമ്മളെ ചെറുതായിത്തിരക്കൽ പായിലകത്തൊരു ഓലക്കീറില കിടക്കുന്നത് നിങ്ങൾക്കറിയാമോ? പായില്ല. അവൻ എന്തിനെ കണ്ടോടെ എന്റെ ജീവിതം എന്തിനാണെന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുള്ളത്. അവൻ മരിക്കുവാൻ തീരുമാനിച്ച സമയത്ത് ഓലക്കിടന്നുപോലെ കണ്ണുനീർ ധാരധാര ഒഴുകുക. അവൻ ഭക്ഷിക്കുവാൻ ആഹാരമില്ല, അവൻ ഉടുക്കുവാൻ തുണിയില്ല, അവൻ കിടക്കുവാൻ ഒരു പാർപ്പിടമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതം മതിയെന്ന് ഞാൻ ചിന്തിച്ച മരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ കരണ്ട് അവൻ ആ ഓലക്കിടെ കിടക്കുക. ഹല്ലേലൂയ. എന്റെ യാത്ര അവസാനിക്കാൻ പോവുകയാണെന്ന് ഞാൻ ദൈവത്തോടെ പറഞ്ഞു.
കടന്നുറങ്ങപ്പോൾ ആ ഓല കീറിന്റെ നാല് ചുറ്റും ഒരു മഹാപ്രകാശം വന്ന് ഒരു കടം എന്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു ശബ്ദം കേട്ടു, നിന്നെ സൃഷ്ടിക്കുവാൻ കഴിവുണ്ടെങ്കിൽ നിന്നെ പരിപാലിക്കുവാനോ എനിക്ക് കഴിവുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ കരം പിടിച്ചു നടത്തി. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ ഭക്ഷണം എടുത്തുകൊണ്ട് ഓടിയവരുടെ മുമ്പേ, എന്നെ കണ്ട് പരിഹസിച്ചവരുടെ മുമ്പേ എന്റെ ദൈവങ്ങളോട് പറഞ്ഞു, നിന്നെ സൃഷ്ടിക്കുവാൻ കഴിവുണ്ടെങ്കിൽ നിന്നെ പരിപാലിക്കുവാനും എനിക്ക് കഴിവുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം എന്നെ പരിപാലിച്ച് അവൻ ഈ ദേശത്തെ കടന്നു വന്ന് നിങ്ങൾക്ക് മുമ്പേ ഒരു സാക്ഷിയായി നിൽക്കുവാൻ എന്റെ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. നല്ല ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി. ഹല്ലേലൂയ. ഒരു നല്ല തുണിയില്ല, സ്കൂളിൽ പോകുന്നൊക്കെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞിട്ടും മതി വരുന്നില്ല. എന്തിനാ ജീവിതം? എന്തിനാ ജീവിതം? ഹല്ലേലൂയ. ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു, ഒന്നിൽ എന്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു നന്മ തരണം. അപ്പോഴെന്റെ കഥ, നിന്നെ സൃഷ്ടിക്കുവാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ ഞാൻ കണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ എനിക്ക് എത്ര സ്തുതിച്ചിട്ടും എനിക്ക് മതി വരുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ദൈവത്തെ മാനിച്ചു. എനിക്കൊരു നല്ല ജോലി തന്നു. ഞാൻ ആഗ്രഹിച്ച തുറമുഖത്തിൽ എന്നെ എത്തിക്കുമോ എന്റെ ദൈവത്തെ എനിക്ക് തന്ന കൃപ. ഹല്ലേലൂയ. അവൻ എത്ര വലിയവനാണ്. അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ നിന്നെ കരം പിടിച്ച് ഒരു നടത്തുന്ന ഒരു ദൈവം. അത് വായിക്കത്തോളാം. അവൻ നോക്കിയവൻ നിന്നെ ഉപേക്ഷിക്കയില്ല. അവൻ നിന്നെ ഉപേക്ഷിക്കാനല്ല, നിന്നെ വിളിച്ചത് വേർതിരിച്ചത്. നീ പേടിക്കരുത്. ഹല്ലേലൂയ. പേടിപ്പെടുത്തുന്ന ദൈവത്തെയല്ല ഹല്ലേലൂയ നമ്മൾ ആരാധിക്കുന്ന മറന്നു പോകരുത്. ചില വ്യക്തികള് ഭയത്തോടുകൂടി അവരെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ പേടിക്കരുത്. നിന്നെ നടത്തുന്ന ഒരു ദൈവം, നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിച്ചത്. ഹല്ലേലൂയ. കണ്ടോ കണ്ടോ, യഹോവ അവരുടെ മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. നിന്നെ വിളിച്ചിറക്കിയത്, മിസ്രയീമിൽ ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നത്, ഹല്ലേലൂയ, നിന്നെ തകർത്ത് കളയാനല്ല. ഇസ്രായേൽ മക്കളുടെ മുമ്പേ ദൈവം ദൂതന്മാരയച്ച് നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. 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 നിനക്ക് മുമ്പായി നടക്കുന്ന ഒരു ദൈവം നീ അറിയുന്നില്ല, നീ അത് മനസ്സിലാക്കി. പക്ഷേ നിനക്ക് മുമ്പായി നടക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ നീ പലപ്പോഴും തപ്പിയപ്പോൾ, നീ പലപ്പോഴും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിന്റെ ഹല്ലേലൂയ, നിന്റെ യാത്ര പലപ്പോഴും അവസാനിപ്പിച്ചത് നീ ചിന്തിക്കുമ്പോൾ, പക്ഷേ നിന്റെ ചിന്തകൾക്കപ്പുറം, നിന്റെ ചിന്തകൾക്കപ്പുറം അവൻ മാറ്റിമറിക്കുന്ന, അവൻ നിന്റെ ചിന്തകളെ അവൻ ഓവർകം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കരത്തിലാണ് നീ ആയിരിക്കുന്നത്. മറന്നു പോകരുത്. അതിന്റെ എത്ര വാക്യം കൂടി വായിച്ചോളാം. അതിന്റെ അതീന 31 സ്തോത്രം 11. കണ്ടോ, ഞാൻ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ, കണ്ടോ, യഹോവ നിനക്ക് ചെയ്ത കാര്യങ്ങൾ നിമിത്തമാകുന്നു. നമ്മള് കുഞ്ഞുങ്ങളോട് സ്തോത്രം, ഞാൻ അനുഭവിച്ച കഷ്ടം
എന്റെ മക്കളെ, ആമേൻ, എന്റെ ജീവിതത്തിൽ ഉടുക്കുവാൻ ഇല്ലായിരുന്നു, ഉണ്ണുവാനില്ലായിരുന്നു, കിടക്കുവാനില്ലായിരുന്നു. പക്ഷേ എന്റെ മക്കൾ പറഞ്ഞു, പപ്പ അത് കഴിഞ്ഞ കാലം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എന്നെ ദൈവം നടത്തിയ ഹല്ലേലൂയ എന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഹല്ലേലൂയ ദൈവം എന്നെ വിടുവിച്ച് ദൈവം എന്നെ നടത്തിയത് നീ എത്ര പേര് പറയുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ചെയ്യാത്ത ജോലിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂലിപ്പണി മുതൽ ഹല്ലേലൂയ എല്ലാ ജോലിയും ചെയ്തു. കാരണം എന്തെന്നറിയാമോ? ഒരു നേരം ആഹാരത്തിന് വേണ്ടി അലയുന്ന നാളുകളുണ്ടായിരുന്നു. ഹല്ലേലൂയ. രക്തത്താൽ ചെലവഴിക്കുന്നു. കുന്താല മറുപ്പ് മുതൽ തവള പിടിപ്പ് മുതൽ വെട്ടാനും കിളയ്ക്കാനും നെറ്റില് പഠിച്ചോടിരുന്നപ്പോൾ അമ്മേ 2-3 വ്യക്തി ജോലി ചെയ്ത് അമ്മേ ഹല്ലേലൂയ അമ്മേ വണ്ടിപ്പണിക്ക് പോയപ്പോൾ ഹല്ലേലൂയ ടാക്സികളെ കടി എന്റെ കയ്യിൽ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ആ മലവിലെ കയ്യിൽ കാരണം ശരിക്കും അകവർത്തിയില്ലാതെ ആ ദൈവം എന്നെ ഉയർത്തിയ ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ ഹല്ലേലൂയ നന്മ തന്ന് കൈ നിറയെ പണമാക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ച അവൻ ഹല്ലേലൂയ. ഞാൻ ജോലിയിൽ ഇരുന്നപ്പോൾ എന്റെ ഓഫീസർമാരോട് ഞാൻ പറയും, അല്ലെങ്കിൽ എന്നെ നടത്തിയ ദൈവം. ഒരു ഡിവൈഎസ്പി പറഞ്ഞു, ഹല്ലേലൂയ നിന്റെ ജോലിയെ തെറിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച ദൈവം അവൻ എനിക്ക് സാധിക്കത്തില്ല, നീ ചെയ്തോ. ഹല്ലേലൂയ. എന്റെ ദൈവം ഹല്ലേലൂയ അവൻ സർവീസ് ചെയ്ത് റിട്ടയർ ആയി കടന്നു വരുവാൻ ഹല്ലേലൂയ. അവൻ ഒരു വീട്ടിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞു, ഡിവൈഎസ്പി പറഞ്ഞു, അവൻ എന്നെ വീട്ടിൽ ചെന്ന് പ്രസംഗിക്കുന്നു. എന്നെ വിളിച്ചു, എന്തിനു പോയത്? അവൻ എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ, എന്റെ ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് തന്നത് ഞാൻ അവരോട് പറയുവാനാ. ഹല്ലേലൂയ. എന്നെ നടത്തുന്ന ഒരു ദൈവം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അമ്മേ ആവർത്തന പുസ്തകം ഈ 31-ാമത്തെ 6-ാം വാക്യം കൂടി വായിക്കണോ? ബലവും ധൈര്യമുള്ളവനായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നീ ബലമുള്ളവനാണോ? നീ ബലമല്ലേ ബലമുള്ളവനാണോ? യോശുവോട് ഒരു വാക്ക് പറയും. എന്റെ ദൈവനോട് വാഗ്ദത്തം ചെയ്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാക്ക്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഞാൻ എപ്പോഴും എടുത്ത് വായിക്കും. എന്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം അത് ദൈവം നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ അത് യോശുവയുടെ 1:5 നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് ഞാൻ കൂടെ ഇരിക്കും. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചെറിയ ഇന്ന് ഞാനും ചില പ്രശ്നങ്ങൾ വന്നു ഞാൻ തളർന്നു പോകുന്ന അവസ്ഥ. ഞാൻ എടുത്തപ്പോൾ എന്റെ കുടുംബത്തിൽ ചില പ്രശ്നം വരുമ്പോൾ ഞാൻ ഈ വാക്യം എടുത്ത് ഉരുവിട്ട് പ്രാർത്ഥിക്കും. നീ എന്നോട് പറഞ്ഞു മാറ്റാം. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നീ നിന്നെ ഉപേക്ഷിക്കയില്ല, കൈവിടുകയില്ല. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പറയുവാനുണ്ട്, എനിക്ക് പറയുവാനുണ്ട്. ഹല്ലേലൂയ. പാട്ടുകാരനെ പറയുന്നു, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം എങ്കിലും നീ സ്നേഹിച്ചു. എങ്കിലും നീ സ്നേഹിച്ചു.
നല്ലിയോ ദേവാട്ടും ഞാൻ നല്ലിയോ ദേവാട്ടും ഞാൻ. ഇത്ര നല്ല സ്നേഹം തന്ന ദൈവം, ഇത്ര നല്ല സ്നേഹം തന്ന ദൈവം, ആ ദൈവമല്ലാതെ നമുക്ക് ജീവിതത്തിൽ ആരുണ്ട്? നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. എന്നെ ബലപ്പെടുത്തുന്നത് ഞാൻ എന്ത് യോഗ്യത? ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ ഒരു യോഗ്യനല്ല കർത്താവേ, നീ എന്നെ യോഗ്യനാക്കി തീർത്ത ദൈവത്തെ നന്ദി പറയുന്നു. നിന്നെ എത്ര സ്തുതിച്ചാലും നിന്നെ എത്ര മാറ്റിയാലും എനിക്ക് മതി വരുന്നില്ല കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പരസ്യോഗത്തിന് പോകാം, പരസ്യോഗത്തിന് പോകും. കോടികളിൽ നിന്ന് വിളിച്ചു പറയും, എന്റെ ദൈവം വിടിവിച്ച ദൈവം, എന്നെ ഇത്രത്തോളം ഉയർത്തിയ ദൈവം. ഹല്ലേലൂയ. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്റെ ദൈവം നടത്തിയ വിധം. എന്റെ സമയം ഞാൻ ഉടവിതാമം കഴിഞ്ഞ വയലിൽ പോയാൽ പോകാം, ഒന്നും ആയില്ല സാക്ഷ്യം. ഹല്ലേലൂയ. നിന്നെ നടത്തുന്ന ഒരു ദൈവം, നിന്നെ മാനിച്ച ഒരു ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം. ആ വായിച്ച കുറുവാക്യത്തിലേക്ക് കയറുക. നോക്കണമേ, അവൻ ഈ വചനം നിങ്ങൾ പ്രബലത്തിൽ നിന്ന് വായിക്കണം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കും. 2, അവൻ നിന്നോട് കൂടെ ഇരിക്കും. 3, നിന്നെ കൈവിടുകയില്ല. ഇതിനൊന്നും പ്രസരിക്കാതിരിക്കും സമയം പോരാ. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. 4, നീ പേടിക്കരുത്. ഇന്ന് മനുഷ്യന് ഭയമാണ്. നാളെ എന്ത് സംഭവിക്കും, എന്റെ കുടുംബത്തിൽ എന്ത് നടക്കും, നമ്മൾ ഭയപ്പെടുന്നില്ല. ഞാൻ ഇങ്ങോട്ട് തലമുറകൾ ഓർത്ത്, തലമുറയുടെ കാര്യം ഓർത്ത് ഭാരപ്പെടുമ്പോൾ നമ്മൾ അനുഭവിച്ച വേദന നമ്മുടെ തലമുറകൾ അനുഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം എന്നെ നടത്തുന്ന ഒരു ദൈവം, ദൈവം എന്നെ മാനിക്കുന്ന ഒരു ദൈവം, എന്നെ നടത്തിയ ദൈവം, എന്നെ മാനിച്ച ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത്രയും സമയം അനുവദിച്ചില്ല പ്രിയ കർത്തൃദാസൻ.